കേരള സ്റ്റോറി സീസൺ 2 എന്താ അപരാധമാണടാ ഇവന്മാരെടുത്ത് വച്ചേക്കുന്നത് എന്ന രീതിയിലാണ് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതിൻ്റെ കൂടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്ത്രീ വന്നിട്ട് ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾക്ക് സംഭവിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ആദ്യം തോന്നിയ എന്താണെന്നറിയോ, കേരളത്തിൽ ഇതൊക്കെയാണെന്ന് ഇവന്മാർ പറയുന്നു. അപ്പോൾ പിന്നെ നോർത്തിൽ എന്ത് തേങ്ങക്കൊലയാണ് നടക്കുന്നത്? നോർത്ത് ഭയങ്കര സേഫാണല്ലോ അല്ലേ? പീഡനം, കൊലപാതകം, വർഗീയത ഇതൊന്നും ഇല്ലാത്ത സുഖസുന്ദരമായൊരു നാട്. ആദ്യം സ്വന്തം നാടിൻ്റെ അവസ്ഥ എന്താണെന്ന് നീയൊക്കെ പോയി ഒന്ന് അന്വേഷിക്കടാ, എന്നിട്ട് മതി കേരളത്തിലോട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ആദ്യ ഭാഗം തന്നെ ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച ഒരു സാധനമായിരുന്നു കേരളത്തിൽ. അതിൻ്റെ ഇടയിൽ അതിന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ബോധമില്ലാത്തവന്മാർ വേറെ ഇരുന്നിക്കുന്നു. ഞാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക, ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് ഭയങ്കര സെൻസറിങ് ആയിരുന്നല്ലോ. ഈ ഒരു കാര്യത്തിൽ ഒരു സെൻസറിങ്ങും ഇല്ല, ഒരു മണ്ണാങ്കാട്ടയും ഇല്ല. അവന്മാരെടുത്ത് വെച്ചത് എന്താണോ അതുപോലെ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരളമല്ലേ അല്ലേ? ഇനി ഇവിടെയും കൂടെ വർഗീയത ഉണ്ടാക്കണമായിരിക്കും. നോർത്തിൽ മൊത്തം വർഗീയത ഉണ്ടാക്കി അങ്ങ് തൊലച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ വന്നിട്ട് ഇവിടെ മതസൗഹാർദ്ദമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ കയറിയിട്ട് നിങ്ങളൊക്കെ കൂടെ വർഗീയത ഉണ്ടാക്കണേ. എങ്ങനെ പരസ്പരം തല്ലിക്കാം എന്ന് പറഞ്ഞുണ്ടാക്കി വെച്ച കേരള സ്റ്റോറി 2. അതിൻ്റെ ഇടയിൽ ബീഫിൻ്റെ ഒരു കാര്യം. എടാ ബോധമില്ലാത്തവന്മാരെ, ഇവിടുത്തെ പെമ്പിള്ളേർ ബീഫ് തിന്നത്തില്ല, നിന്നോട് കാരാടാ പറഞ്ഞേ? ബീഫും പൊറോട്ടയും ഫ്രണ്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തോടെ എടുത്ത് നിന്ന് പെമ്പിള്ളേരാണ് അവിടെ ഉള്ളത്. എന്നിട്ട് അവന്മാരെടുത്ത് വെച്ചേക്കുന്ന ഒരു തോന്നിയവാസം. പിന്നെ ഇവന്മാർ കേരളത്തിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കേരളം എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഷയിൽ കുറച്ച് തെങ്ങ്, ഒരു കുളം, ഒരു പുഴ, കുറച്ച് മല, തീർന്ന്. ഇതാണ് ഇവന്മാരുടെ കേരളം. കേരളത്തിൽ വേറെ ഒരു സംഭവവും ഇല്ല, കുന്നം മലയും പുഴയും മാത്രമേ ഉള്ളൂ. ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവൻറ്റ്സ്. എന്ത് ഇവൻറ്റ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ അപരാധം പടച്ചു വിട്ടേക്കുന്നത്? നിങ്ങൾ ട്രൂ ഇവൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലിരിക്കുന്ന ഞങ്ങളും കൂടെ കാണണ്ടേ? ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവത്തില്ലേ ട്രൂ ഇവൻ്റ് ഏതാണെന്നറിയാൻ? ഒന്നത് പറഞ്ഞു തരണം കേട്ടോ. अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा. ഉണ്ടാക്കി വെച്ച നീയൊക്കെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെ മൊത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുള്ളത്? കുറച്ച് നാൾ മുമ്പ് വരെ ഇന്ത്യ മൊത്തം ഹിന്ദു രാജ്യമാക്കും, ഭാരതം എന്നാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം അത് നേരെ തലതിരിഞ്ഞു പോയോ? എടാ എന്ത് വാടേ, നീയൊക്കെ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചേക്ക്. ഒന്നിക്ക് നീ ഹിന്ദു രാജ്യമാക്കുക, അല്ലെങ്കിൽ നീ ഇസ്ലാമിക് രാജ്യമാക്കുക. ഇത് എന്തുമായി ഉണ്ടാക്കി വച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. आपकी छोरी 18 साल की है. सारी जिंदगी बर्बाद कर देगा. बात ने समझ दे प्यार. आप नहीं समझे हो पापा. मालूम रशीदा सो नहीं है. രാജസ്ഥാൻ തുടക്കം തന്നെ രാജസ്ഥാനാണ് കാണിച്ചേക്കുന്നത്. രാജസ്ഥാനിൽ നടക്കുന്ന മതം കൺവേർഷൻ, അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശ്. बिना बताए हम कर ही कह रहे हैं शादी. अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, और अगर हम पे भरोसा है तो कर लेते हैं. क्या आपको मोहम्मद फैजान से निकाह कबूल है? कबूल है. सुभान अल्लाह. मुबारक हो. हम रिश्ते की बुनियाद ही दो. वो रिश्ते के लाने जिंदगी ना लुटा दे हम. माँ फैजान ऐसा नहीं. രാജസ്ഥാൻ, മധ്യപ്രദേശ് എല്ലാം ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് കേരള സ്റ്റോറി എന്നുള്ള പേരും. എടാ കേരളത്തിലല്ലടാ രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ. എടാ എന്തു ആടേ? കേരളം എവിടെ കിടക്കുന്നു, രാജസ്ഥാൻ എവിടെ കിടക്കുന്നു, മധ്യപ്രദേശ് എവിടെ കിടക്കുന്നു? എന്നിട്ട് പേര് കേരള സ്റ്റോറി. ഹിന്ദു പെമ്പിള്ളേരെ മുസ്ലിം. ഓ വെയിറ്റ്, ഞാനൊരു കാര്യം വിട്ടുപോയി. എടാ കേരളത്തിൽ ഹിന്ദു മുസ്ലിം മാത്രമല്ലടാ, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നൊരു വിഭാഗം കൂടെ ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ടത് വിട്ടുപോയി? ഷേടാ, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ടെന്നുള്ള കാര്യം? നിങ്ങൾക്ക് ഈ രണ്ട് വിഭാഗത്തെ മാത്രമേ അറിയത്തുള്ളൂ, ഹിന്ദുവും മുസ്ലിംസും. ഇതിൻ്റെ ഇടയിൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. നിങ്ങളത് വിട്ടുപോയതാണോ അതോ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? ഞാൻ പറയാൻ വന്നത്, ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിംസ് പ്രേമിച്ച് കൊണ്ടുപോയിട്ട് കൺവേർഷൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ്.
ഇവർ മൂവി എന്ന് പറഞ്ഞ സാധനമല്ല അപരാധം ഇറക്കി വിട്ടേക്കുന്നത്. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് വേണമെങ്കിൽ ഇവന്മാരുടെ ഭാഷയിൽ പറയാം. Let's start by living in. मैं कन्वर्ट नहीं होंगी हाँ और वैसे भी मैं इन सब चीजों में बिलीव नहीं करता. बच्चे तो होंगे ना, वो किस रिलीजन को फॉलो करेंगे? मेरा सलीम ऐसा नहीं है. ഇതാണ് കേരളം എന്ന് പറയുമ്പോൾ പുഴയും തെങ്ങും മലയും. ഇത് മാത്രമേ ഇവന്മാർക്ക് അറിയത്തുള്ളൂ കേരളം. റിട്ടൺ ബൈ അമർനാഥ് ജാ, വിപുൽ അമർനാഥ് ഷാ. നീയൊക്കെ എവിടെയാടാ കേരളം കണ്ടേക്കുന്നത്? നിങ്ങളുടെ ഈ ഇതിൽ രാജസ്ഥാനും ബാക്കിയൊക്കെ വന്നിട്ടുണ്ട്, എന്നിട്ട് പേര് കേരള സ്റ്റോറി. അതെന്ത് പറ്റി? ഈ രാജസ്ഥാനും മഹാരാഷ്ട്രയൊന്നും പേര് വെച്ചാൽ കൊള്ളത്തില്ലേ? അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റീച്ച് കയറത്തില്ല, ആൾക്കാർ സിനിമ കാണത്തില്ല. നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന കുറേ കഴുതകളുണ്ട്. കേരളം എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾ എന്താണെന്നും അറിയാത്ത കുറേ കഴുതകൾ. അവന്മാരൊക്കെ വന്ന് കാണണമെങ്കിൽ കേരളത്തിൻ്റെ പേര് തന്നെ വെക്കണമല്ലോ അല്ലേ? നീയൊക്കെ ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ടോ? അതോ നിങ്ങളുടെ അവിടെ നോർത്തിലിരുന്നിട്ട് ഊഹിച്ചെടുത്ത് കേരളം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നീയൊക്കെ എഴുതി ഉണ്ടാക്കിയതാണോ? കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഒന്നും ഇങ്ങനെയൊന്നും എഴുതത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. हमारा काम है हिंदू लड़कियों को अपना बनाना. हमारे यहाँ इस नाच गाना हराम है. ये तो धोखा है. बढ़ाऊंगा तारी रील. പച്ചയ്ക്കാണ് പെൺപിള്ളേരെ എടുത്തിട്ട് ആക്രമിക്കുന്നത്. ഇതിനൊക്കെ സെൻസർ എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ സെൻസർ ഇല്ലാണ്ട് പുറത്തിറക്കിയ ആ മൊണ്ണകൾ ഏതാണെന്നൊന്നും അറിയണമായിരുന്നു. വേറെ വല്ലതായിരുന്നെങ്കിൽ എല്ലാത്തിനും ഈ തെണ്ടികൾ സെൻസർ കൊടുത്തേനെ. ഇതിനൊന്നും സെൻസറിങ്ങും ഇല്ല, ഒരു കോപ്പും കാണാനില്ല. എന്ത് लिबरल जर्नलिस्ट कहाँ गया जो रिलीजन में बिलीव ही नहीं करता था? हम कभी नास्तिक नहीं होते, सिर्फ तुम काफिर लोग नास्तिक होते हो. ഇത്രയും പച്ചയ്ക്ക് ഇവന്മാർ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഇതിനൊന്നും ഇവന്മാർക്ക് സെൻസറും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം കേരളത്തിനെ കുറിച്ചാണല്ലോ അല്ലേ? എങ്ങനെയൊക്കെ ഇവിടെ വർഗീയത ഉണ്ടാക്കുമോ അങ്ങനെ വർഗീയത ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ പച്ചയ്ക്ക് പുറത്ത് വേണം, എന്നാലേ വർഗീയത ഉണ്ടാകത്തുള്ളൂ, പരസ്പരം തമ്മിൽ തല്ലത്തുള്ളൂ. അതിനുവേണ്ടി ഇറക്കി വിട്ടേക്കുവാണല്ലോ വെടലകൾ. एक पल के लाते भी तुमने हमसे प्यार करो कि नहीं करो? नई जिंदगी मिल रही तुझे, जीना सीख ले. हम यूनाइटेड नहीं है ना, इसी बात का फायदा उठा रहे हैं वो लोग. हमें आपसे कुछ नहीं चाहिए, बस एक आवाज, एक सपोर्ट. ഇതിനേക്കാളൊക്കെ കോമഡി എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയോ? ബീഫ്. भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी. ഇവിടെ പിള്ളേർക്ക് മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂക്ക് പിടിച്ചിട്ട് വായും തുറന്നു വെച്ചിട്ട് മരുന്ന് കൊടുക്കുന്ന പോലെയാണ് ഇവന്മാർ ബീഫ് കൊണ്ടിട്ട് ആ പെങ്കൊച്ചിൻ്റെ വായിലോട്ടിടുന്നത്. ഈടാ മണ്ടന്മാരെ! ഇവിടുത്തെ പെൺപിള്ളേർ ബീഫൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് പൊറോട്ട അല്ലെങ്കിൽ കുറച്ച് ഗീ റൈസൊക്കെ കൊണ്ട് കൊടുക്കുക. അവന്മാർ ആ പ്ലേറ്റ് അടക്കാൻ വേണമെങ്കിൽ കഴിച്ചിട്ട് തരും. അതാണ് ഇവിടുത്തെ പെൺപിള്ളേർ. അല്ലാണ്ട് നീയൊക്കെ ഉണ്ടാക്കി വെച്ച അപരാധം കാണുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ആൾക്കാർ. अम्मी, हमें 3 लड़कियां और लानी है. अब की बार ऊंची जात की लड़की लाए और बामन की लड़की के 12 लाख में लेते हैं. ऊंचा लड़की इस पर जो खर्च कर रहा है उसका तो मैं हाथ नहीं का वसूली कर वो. Before your daughter becomes their next target. മണ്ണാങ്കട്ട. ഈ അപരാധത്തിന് ഇവിടെയുള്ള ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊന്നും പറയാനില്ലടേ. എടാ, ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇമാതിരി തെണ്ടിത്തരമൊക്കെ കാണിക്കാൻ നിനക്കൊക്കെ എങ്ങനെ പറ്റുന്നു?
എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് സെൻസറിങ് പോലും ഇല്ലാതെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത കുറേ മൊണ്ണകൾ വേറെ. BJP ഭരിക്കുന്നിടത്ത് പിന്നെ എന്ത് നാടകമല്ലോ അല്ലേ. ഞാൻ അതിൻ്റെ ഇടയിൽ വിട്ടുപോയതാ. എടാ ഇവിടെ ഹിന്ദുസും മുസ്ലിംസും മാത്രമല്ല ക്രിസ്ത്യൻസും കൂടെ ഉണ്ട്. നിങ്ങൾ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒന്നും കൂടെ ഇറക്ക്. നോർത്തിൽ മൊത്തം ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് അതൊരവസ്ഥയിൽ എത്തിച്ച് ഇനി കേരളത്തിൽ കൂടെ വന്നിട്ട് ഇവിടം കൂടെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചേക്കും അവൻ്റെ ഒരു കേരള സ്റ്റോറി 2 മണ്ണാങ്കട്ട കോപ്പ്.